ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പോൾ ഞാൻ ഉണ്ട്, അതുണ്ട്, ഷെബുണ്ട്. അപ്പോൾ നമ്മളെ സൗദിയിലെ കാഴ്ചകളും നമ്മളെ വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫാമിലി ഉണ്ട് ജുബൈലിൽ. അതായത് എൻ്റെ ഉമ്മാൻ്റെ ബ്രദർ വൈഫും മക്കളും എല്ലാവരും ഉണ്ട് ജുബൈലിൽ കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് പോണത്. ഞങ്ങൾ നാട്ടിലെ സമയം ബ്രദറെ, അതായത് ഉമ്മാൻ്റെ ബ്രദറെ മോള് പ്രസവിച്ചീനെ. ഇല്ല, കൊണ്ടുപോല പപ്പാനെ കൊണ്ടുപോല പോണപ്പാ. ബൈ ബൈ, സീ യു, ബൈ. കരയുണ്ടോ നോക്കണ്? ഇല്ല, ഭാവമാറ്റങ്ങളൊന്നും ഇല്ല. ഇല്ല, ഭാവമാറ്റങ്ങളൊന്നും ഇല്ലടി, ഭാവമാറ്റങ്ങളൊന്നും ഇല്ല. നോക്കാം. ടാറ്റാ. ഭാവമാറ്റങ്ങളൊന്നും ഇല്ലപ്പാ. നിങ്ങളടുത്തായതുകൊണ്ടാ തോന്നുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം. സംസാരിക്കണ ഉപ്പ വന്നതാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജുബൈലിക്കാണ് പോണത്. അവിടെ ഉമ്മാന്റെ ബ്രദറെ മോള് പ്രസവിച്ചാണ്. ഞങ്ങൾ നാട്ടിലായ സമയം പ്രസവിച്ചാണല്ലോ ഷെബോ. അപ്പോൾ നമ്മൾ കുട്ടീനെ കണ്ടിട്ടില്ല, കുട്ടീനെ കാണാൻ വേണ്ടി പോവാണ്. ഷെബുവിന്റെ ഉപ്പി ഉമ്മി ഇല്ല കേട്ടോ. കാരണം അവർ നാട്ടിൽ പോലെ ചെറിയ പ്ലാൻ ഉണ്ട്, അതിന്റെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരതുകൊണ്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ ഞങ്ങൾ പോണതിന് മുന്നേ ഞങ്ങൾക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. കാരണം കുട്ടീനെ കാണാൻ പോലെ ഏതായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ ആദ്യം ആ പരിപാടിയില്ല ഷെബോ, അത് കഴിഞ്ഞ് നേരെ ജുബൈൽ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളിവിടുത്തെ സൗദിയിലെ കാഴ്ചകളായിരിക്കും ഇനി മുതൽ കാണാൻ പോണത്. അപ്പൊ ഓക്കെ. നമ്മളിപ്പോ കൊടുക്കാതെ പോണത് അറ്റാക്ക്. കയറി കുഞ്ഞാ, ബാ വേഗം പർച്ചേസ് ചെയ്യാൻ വേഗം പോവാ. ബാ, അവിടെ ഈ റെട്ടാഗിൽ ഓഫേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം എല്ലാ ബ്രാഞ്ചിലും ഉണ്ടല്ലേ ഷെബു? ഇപ്പം റെട്ടാഗിൻ്റെ എല്ലാ ഔട്ട്ലെറ്റും ഓഫർ ഉണ്ട്. അപ്പോൾ തണുപ്പിന് പറ്റിയാണല്ലേ, നല്ല കട്ടിയുണ്ട്. ആടി വിൻ്ററിൻ്റെ ആണല്ലേ, വിൻ്റർ സെയിലാണ്. കാണുന്ന വരില്ല കേട്ടോ, ക്ലോത്ത് ഭയങ്കര കട്ടിയില്ല ക്ലോത്താണ്. ആടി കണ്ട ഉള്ളിക്കൊക്കെ നല്ല സുഖം ഇടുമ്പോൾ. അപ്പോൾ അതാ സാധനം വാങ്ങി ഞങ്ങൾ ഇറങ്ങിട്ടോ. ഞങ്ങൾ നേരെ സ്ട്രൈറ്റ് ടു ജുബൈലാണ്. ഷെബോ, അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് അല്ലേ? അപ്പോൾ നാട്ടിലൊക്കെ പോണോല് പർച്ചേസ് ചെയ്യാൻ 4-5 മാസം കഴിഞ്ഞിട്ട് പോണോലാണെങ്കിലും ഇപ്പോൾ തന്നെ വന്ന് പർച്ചേസ് ചെയ്ത് വെച്ചോ കേട്ടോ. അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് പറഞ്ഞാൽ നല്ല ഓഫർ ഉണ്ട്. ഇനി നേരെ ജുബൈൽ കേട്ടോ. ഇനി ജുബൈലെത്തിയിട്ട് കാണാം. മുറ്റത്ത് കറങ്ങിക്കഴിഞ്ഞാൽ ഒരു ലേസാ, ചീസ് തന്നെ, ചീസിന്റെ ലേസ്. ഒന്നും മതി ഓനക്ക് അലാക്കിന്റെ അല്ലേ, നമ്മൾ ഷെയർ ചെയ്തളാ.
ഇനി വണ്ടിക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. കിട്ടിയാ? ഇഷ്ടായ? മധുരല്ല, ചീസിൻ്റെയാണ്. ചീസ് ലൈസിൻ്റെ ഫേവറേറ്റ് ആൾക്കാർ ആരൊക്കെയല്ലേ? ഷെബിന് ഫേവറേറ്റ് അല്ലേ? ആദമിൻ്റെ ഫേവറേറ്റ് ആണ്. ഓൻ്റെ ഫേവറേറ്റ് ആവുമെന്നില്ല, എന്നൊരു വലുതാവട്ടെ, എന്തായാലും അറിയാം അല്ലേ? തല്ലാണ് ഇവിടെ. ലൈസോ എന്തെങ്കിലും തിന്നാനോ ഐസ്ക്രീമോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാല് ആദമില്ലാരും ചെറിയ കുട്ടിയാണ് ആയിരിക്കണത്. ചില സമയേ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടോ. ചില സമയം രാത്രി കാണാൻ ഒറ്റക്ക് ഇരുന്നാണ്ട് കിച്ചണിൽ പോയാണ്ട് ഇരുന്നാണ്ട് ലൈറ്റ് ഒക്കെ എടുത്താണ്ട് ചോക്ലേറ്റ് തിന്നു ആദമിനെ പേടിച്ചിട്ട്. ഓൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കൂല പറഞ്ഞാണ്ട്. ഏതെങ്കിലും തള്ളാര് ഇപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ട് കേട്ടോ. ഇവക്കില്ല പണിയാണ്. ഓക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റോ ഐസ്ക്രീമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓള് വാങ്ങിയാണ്ട് ഫ്രിഡ്ജിൽ പാത്തക്കും. എന്നിട്ട് ആദമ് റൂമിലോ അല്ലെങ്കിൽ ഉറങ്ങാണ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് കിച്ചണിൽ വന്നാണ്ട് ഓള് പണിയെടുക്കും. ആദമിന് കൊടുക്കൂട്ടോ. പക്ഷെ ആദമിന് എന്താ വെച്ചാല് ഒന്ന് ഓൻ്റെത് കഴിയും, പിന്നെ ഷെബുവിന്റെയും വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യോള്? ഓള് പാത്തക്കുന്നിട്ട് ആദമ് കാണാതെ തിന്നു. ചില കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ആദമിന് കൊടുക്കലുമില്ല, അത് വേറെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പോഴൊന്ന് കമന്റ് ചെയ്യോണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എത്താനായിട്ട് ഇനി കുറച്ച് ഡ്രൈവ് കൂടി ഇപ്പൊ അവിടെ എത്തും. ഞങ്ങൾ എത്തിട്ടോ. പുറത്തൊക്കെ ഇരുട്ടായി. സത്യം പറഞ്ഞാൽ അങ്ങനെ 5:25 അപ്പൊക്കിന് 5:15 ഇരുട്ടായില്ലേ ഷിബുവോ? ശുണ്ട ഉറങ്ങിയൊക്കെ നീച്ചാൻ്റെ ഉറക്കം കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മള് പഴയ റൂമല്ല ഷെബോല് റൂം അറിയിക്കണല്ലേ? റൂം അറിയിക്കണം. അപ്പൊ ഓലെ വിളിച്ചിരിക്കണ. ഓല് ഇപ്പൊ പുറത്ത് വരും, വെയിറ്റ് ചെയ്യണം കണ്ടോ. ഇതാണ് ജുബേലത്തെ ബലദിയപ്പെട്ടിയാണ്. ഇത് ബലദിയപ്പെട്ടി. ഈ ബലദിയപ്പെട്ടിയിൽ എപ്പോഴും പൂച്ചകളുണ്ടാവും. 1, 2, 3 ബലദിയപ്പെട്ടി പറഞ്ഞാൽ വേസ്റ്റ് കൊടുത്തിരുന്ന ഇത് കേട്ടോ. എത്ര പൂച്ച ഉണ്ടാവും എന്നറിയാം അതിൻ്റെ ഉള്ളിൽ. വേസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ തിന്നാനിരിക്കുകയാണ്. ഫസ്റ്റ് ആണല്ലേ ജി നോക്കണോക്കെ തന്നെ ഹാഫ് ചിരിച്ച് മുജിയാണ് ഇരുത്തിട്ടാക്കരെ. ഞാൻ ഇറങ്ങി പോരുവാ. ഞാൻ ഇറങ്ങ് ബാടാ. എങ്ങനെ കുഞ്ഞുമോളില്ല ഇന്റെ കസിനൊക്കെ ഉണ്ട് കേട്ടോ. ഇന്റെ ഉപ്പാന്റെ വീട്ടിൽ ഒരു ഇതാണ്. ഒരു ദിവസം ഞാനും ഇവരും ബസ് മാത്രം പെട്ടു. അതിന് പുറത്തു വന്നു എല്ലാണ്ട് പോയിട്ടാണ്. ഇവിടുന്ന് ഇറങ്ങിയപ്പോ 7 മണിയായി. വർത്താനം പറഞ്ഞ് കുത്തിർന്ന് കയറിഞ്ഞു. ബേബി പോവാണ്. ബേബിനെ ചെടുത്തോ? ഓന് നമ്മളെ ഇല്ല ഓന്റെ പോളപ്പല്ലേ കാഴ്ചകൾ വേറെടാ. നമ്മളെ റിലേറ്റീവ്സിന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ജുബൈലിലെ ദമ്മു അല്ലേ ഷെബോ? ദമ്മു എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നേ ജുബൈലിൽ വന്നപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിരുന്നു. പക്ഷേ രാവിലെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി ഇവിടെ ഡെവലപ്പ് ആക്കി അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളെ കസിന്. അപ്പോൾ നമ്മളൊന്ന് കയറി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ജുബൈലിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ എൻട്രൻസ് വാ ദമ്മു കേട്ടോ ജുബൈലിൽ. എടി ഫോൺ നോക്കി മറ്റേ പിടിച്ചിരിക്കണോ അടിപൊളിയായിട്ട്. എയറോപ്ലെയിനോ? വാ എയറോപ്ലെയിനൊക്കെ അതിൽ പോയി. വാ എയറോപ്ലെയിൻ കാണാത്ത മാതിരി. മറ്റേ എയറോപ്ലെയിൻ കാണാത്ത മാതിരി. യെസ് ഇതാകണ് കണ്ടോ? ഫ്ലൈറ്റിനെ കണ്ടോ? ആ പൊന്നെ സന്തോഷം. ഫ്ലൈറ്റിനെ കണ്ടീൻ്റെ അനക്ക് ആ ഫ്ലൈറ്റിൽ പോകണം അമ്മമാരുടെ അടുത്തേക്ക്. യെസ് ഇതാണ്ടോ ഇവിടുത്തെ ദമ്മു. യെസ് ഓ ഇനി ഒരു ഫോട്ടോ എടുത്ത് തരേണ്ടി വരും അല്ലേ?
ഒരുത്ത് പിടിച്ചിരിക്കണ നോക്കി നിങ്ങള് 2 കൈ കൊണ്ടും ഓനക്ക് ഓന്റെ സേഫ്റ്റി നോക്കണ്ടേ, അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഉന്തുമ്പോ എന്ത് വിശ്വസിച്ചാണ് കുട്ടി അവിടെ ഇരിക്കുക. രാത്രി ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് വന്നാട്ടോ ഞങ്ങള്. ശിവു നമ്മളിവിടെ വന്നിട്ടുണ്ട്, അതിനെ പറഞ്ഞു നമ്മളെ വന്നിട്ടുണ്ട്. അന്ന് രാവിലെ അന്ന് അദീമോനില്ല, അദീമോ ഉണ്ട് ഷെബുവിന്റെ വള്ളന്റെ ഉള്ളിൽ അല്ലേ, 7ാം മാസം. യെസ്, അന്ന് ഇവിടെ ഇരുന്നിട്ട് ഷെബു ഫോട്ടോ എടുത്ത് ഓർമ്മ എനിക്ക്. യെസ്, കണ്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ മുന്നിൽ കാണുന്ന ബ്രിഡ്ജാട്ടോ. ആ ബ്രിഡ്ജും കൂടെ ഇങ്ങനെ നടക്കാൻ കണ്ടായില്ലേ. യെസ്, ഷെബു ഇതിലേടി ആ ബ്രിഡ്ജിക്ക് പോയി എങ്ങോട്ടാ ഓടണേ, മുൻ പരിചയമല്ല മാതിരി. ഇവിടെ താഴത്തെ ഒരു വള്ളമാണ് കണ്ടോ. ആ ഷെബു മീനുകളൊക്കെ, മീനുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ തളക്കണത് മുഴുവൻ മീനുകളാട്ടോ. കാഴ്ചല്ല കണ്ടോ, അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടോ, നടക്കണ ബ്രിഡ്ജും കൂടിയാണ്. പിന്നെ ഞാൻ മണ്ടണതായില്ലേ, വാ ഇതിലെ പോവാ. യെസ്, ഇതാണ് ആ ബ്രിഡ്ജ്. യെസ്, നല്ല ഭംഗിയിട്ടുള്ളത് കാണാന്. ഷെബു മറ്റൊരു പേടിയുണ്ടോ? ഒന്നുമില്ല, ഏറി ബ്രിഡ്ജുമ്പോൾ കൂടി ഇങ്ങനെ നടക്കുക. ആ ഇതിങ്ങനെ നടക്കുക, അത്ര തന്നെ ഉള്ളു കേട്ടോ. കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗദികളൊക്കെ ഇങ്ങനെ വന്ന നല്ല കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. സ്റ്റാർബക്സ് ഉണ്ട്, അങ്ങനെ കുറേ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നിങ്ങനെ കുടിച്ച് എൻജോയ് ചെയ്യാം. യെസ്, നമ്മളിങ്ങനെ ഇതിന് മുകളിൽ കൂടി നടന്നാണ്ട് എത്തുന്നത് ഒരു കഫേ ലോഞ്ചിക്കാട്ടോ. അവിടെ ഒരു ഈ തണുപ്പായതുകൊണ്ടേ ഒരു തീൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ശുഭോ അടിപൊളി. ആ ഇതിലെങ്ങനെ നമ്മൾ അങ്ങനെ ഇറങ്ങിയ അതിന് തിരിച്ച് ഇതേ തന്നെ പോകണം. എന്നാ വാ, തീയൊക്കെ തീയില്ലേ, ഒരു ഫയറില്ലേ മുന്നിൽ കണ്ടെങ്കിൽ തീയാട്ടോ. തണുപ്പായതുകൊണ്ട് വാ അതിൽ തന്നെ ഇറങ്ങില്ല നമുക്ക്, അല്ലെങ്കിൽ സ്റ്റെപ്പും കൂടി പോകണം. എന്നാ വാ, സ്ട്രോളറോടെ ആയിട്ടുണ്ട് വരും. അവന് കുട്ടികളാണ് പോയിക്കോളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലിങ്ങനെ നടന്നാണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. കാരണം സമയം ഒരു 8 മണിയാവാനായി. നമുക്ക് ഇനി നമുക്ക് തിരിച്ചു പോകണ്ടല്ലേ കുട്ടിയെ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതിലിങ്ങനെ നടന്ന് ഒന്ന് കണ്ടു പോകുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിലിങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം കാലാവസ്ഥ അങ്ങനെയാണ്, പറ്റിയ കാലാവസ്ഥയാണ്. വണ്ടിയടി. അപ്പോൾ ജുബൈലില്ലൊക്കെ ഒന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്യണം പോയിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ. നേരെ ഇപ്പുറത്ത് തന്നെയാണ് നമ്മൾ നെക്കിൽ ബീച്ച്. അപ്പോൾ നമ്മൾ നേരെ പോകലടി ഇനി നേരെ ദമാമക്ക് കേട്ടോ. ഇപ്പം നമ്മളെ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു KGF മോഡലിൽ കണ്ടോ. അവിടെ കണ്ടോ ഫുള്ള് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ആയിട്ടാ കാണുന്നത്. ഫയർ യെസ്. പുകയൊക്കെ പോണ ഷെബു ഇന്നത്തെ ചൊറുക്കില്ലേ കാണാന്. അപ്പോൾ ദാ നമ്മളെ റൂമിൻ്റെ അവിടെ എത്തിട്ടോ. ഇപ്പോൾ സമയം 9 മണിയായപ്പോൾ ഇവിടെ എത്തി. യെസ്, അപ്പം ആദ്യമൊക്കെ വണ്ടിക്ക് കടന്നുറങ്ങിട്ടോ. ഷെബു ആദമിനെ വിളിച്ചണ തിരക്കില്ല. നീച്ചില്ലേടി എണീറ്റോ? അപ്പം നമ്മളെ വീഡിയോ അതിൻ്റെ ചെയ്യണം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല ഉറക്കത്തിലാട്ടോ ആള് നീ ചെയ്യിപ്പിച്ചേ. അപ്പോൾ ഓക്കെ ബൈ.